ഓല അമീഗോസ്. നവീൻ ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ നാളെ സ്കൂളിൽ നിന്ന് ഒരു 1 നൈറ്റ് സ്റ്റേ കൊളോണിയസിന് പോവാണ്, ക്യാമ്പിങ്ങിന്. കൊളോണിയസ് എന്നാണ് ഇവിടെ അതിന് പറയാട്ടോ. ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നമ്മൾ നെയിം ലേബിളൊക്കെ ഒട്ടിച്ചിട്ടാ പോകുന്നത്. ഈ ഒരു ടൈഗർ അവനെ രാത്രി ഞങ്ങളെ മിസ് ചെയ്യുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി ഞാൻ കൊടുത്തയച്ചതാണ്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അവൻ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്തത്. സ്കൂളിൽ നിന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അവൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ സാധനങ്ങൾ അവൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവൻ കറക്റ്റ് എടുക്കാൻ പറ്റുന്നുള്ളത്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല ടൈറ്റ് പാക്കിംഗ് ആയിട്ടോ. അല്പം ചെറുതായി പോയോ എന്ന് സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. നിരഞ്ജന്റെ ആദ്യത്തെ കൊളോണിയസ് ട്രിപ്പിന്റെ ലേബിളാണ് കേട്ടോ. അവന് വേണ്ടി ഞാൻ അന്ന് വാങ്ങിയൊരു പെട്ടിയാണിത്. എന്തായാലും അതിനൊരു കേടുമില്ല. അപ്പൊ പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെ കൈമാറി വരുന്നതിന്റെ അനുസരിച്ച് നവീനത് കിട്ടി. നെക്സ്റ്റ് ഡേ അവൻ എന്താ റെഡിയായി പെട്ടിയൊക്കെ വലിച്ചോണ്ട് പോവുകയാണ്. എന്റെ ഫസ്റ്റ് കൊളോണിയസ് ട്രിപ്പ് അല്ല കേട്ടോ, 3ാമത്തെ തവണയാണ് അവന് പോകുന്നത്. 3 വയസ്സ് തൊട്ടാണ് ഇവിടെ കൊളോണിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നവീന് 5 വയസ്സ് കഴിയാറായി. 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഇതുപോലെ ക്യാമ്പിങ്ങിന് പോകുന്നതൊക്കെ നമുക്ക് നാട്ടിലൊക്കെ എപ്പോഴും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാത്തലോണിയ റീജിയനിലൊക്കെ ഇതൊരു എഡ്യൂക്കേഷണൽ ട്രഡീഷൻ ആണ്. സ്കൂൾ ക്യാമ്പസിനകത്തുള്ള എഡ്യൂക്കേഷന് പുറമെ ഇവർ ഒരുപാട് 1 ഡേ ട്രിപ്പുകൾ പോകാറുണ്ട് കേട്ടോ. ഈ ഒരു കൊളോണിയസിന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ കൂടുതലും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. ഇവിടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഗ്രോത്ത്, നേച്ചർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ പല വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കോപ്പറേറ്റീവായിട്ട് ഒരു റൂമിൽ എങ്ങനെ താമസിക്കും, ഇതൊക്കെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ബസ്സിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു ടാറ്റ ബൈ ബൈ പറച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനായിട്ടുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് പിറ്റേ ദിവസം അവൻ തിരിച്ചെത്തിയതിന് ശേഷമാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവരൊക്കെ ഒരുപാട് കഥകളും എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്യാനുണ്ടാവും. ഇനി അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങളെല്ലാവരും.